ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഡൈനാമിക്സ്, റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്, D'Alembert's principle, motion on horizontal and inclined surfaces, motion of connected bodies. ഇത്രയും പോർഷനിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In a office, a lift is moving upwards with an acceleration of 1.5 meter per second square. Find the force exerted by a body of mass 30 kilogram on the floor of the lift. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ലിഫ്റ്റ് മൂവ്സ് അപ്വേർഡ്സ് ആണെങ്കിൽ റിയാക്ഷൻ ഇക്വേഷൻ നമുക്കറിയാലോ, W ഇൻറ്റു 1 പ്ലസ് A/g. എല്ലാ വാല്യൂസും ഉണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സ്റ്റേറ്റ് D'Alembert principle giving equation expressing above principle on the motion of lift moving upwards with an acceleration a meter per second square carrying a weight of W Newton. ഓക്കെ, D'Alembert's principle സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. D'Alembert principle നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ് ആകുമ്പോൾ എങ്ങനെ വരും? നമ്മുടെ ലിഫ്റ്റ് അപ്വേർഡ്സ് ആകുമ്പോൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇനേർഷ്യ ഡൗൺവേർഡ് ആയിരിക്കും അല്ലേ? അപ്പോഴത്തേനും നമ്മൾ ഫോഴ്സ് ഓഫ് ഇക്വിലിബ്രിയം എടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വെയിറ്റ് പ്ലസ് WA/g മൈനസ് R, നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. ഓക്കെ, ഇനി അതിനകത്തുനിന്ന് W ഇൻറ്റു 1 പ്ലസ് A/g ഈക്വൽ ടു R എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യാണ്. എന്താണ്? നമുക്ക് സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെങ്കിൽ F മൈനസ് എം ഈസ് ഈക്വൽ ടു 0. ആ ഇക്വേഷനിൽ നിന്ന് എന്താ ഈ ഒരു ഇക്വേഷൻ വരെ ഡിറൈവ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? അടുത്തതും ഒരു ലിഫ്റ്റിന്റെ പ്രോബ്ലം തന്നെയാണ്. ലിഫ്റ്റ് ക്യാരീസ് എ വെയിറ്റ് ഓഫ് 110 ന്യൂട്ടൺ ആൻഡ് ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ ഓഫ് 3 meter per second square. ഡിറ്റർമിൻ ദ ടെൻഷൻ ഇൻ ദ കേബിൾ സപ്പോർട്ടിംഗ് ദ ലെഫ്റ്റ് വെൻ ഇറ്റ് ഈസ് മൂവിംഗ് അപ്വേർഡ്സ്. അപ്പം നമുക്ക് ടെൻഷൻ ഉണ്ട്, ഇതിനകത്ത് വെയിറ്റ് 110 ന്യൂട്ടൺ ആണ്. അത് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോഴും ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോഴും വരുന്ന ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലിഫ്റ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് പറയുന്നുണ്ട് G is equal to 9.80 meter per second square ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോഴും ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോഴും ഉള്ള ഇക്വേഷൻസ് എഴുതിയിട്ട് നമ്മളിത് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് T മൈനസ് W മൈനസ് A/g അല്ലെങ്കിൽ F മൈനസ് M ഈസ് ഈക്വൽ ടു 0. നമ്മുടെ എലിവേറ്റർ മൂവ്സ് അപ്വേർഡ് ആകുമ്പോൾ ടെൻഷൻ മേലോട്ട് ആക്ട് ചെയ്യും, വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യും. പിന്നെ ഇവൻ അപ്വേർഡ് ആക്സിലറേഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് WA/gയിലായിരിക്കും മൂവ് ചെയ്യും. ഇതിൻ്റെ ഫോഴ്സ് ഇക്വിലിബ്രിയം എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കി, സ്റ്റേറ്റ് D'Alembert's principle and illustrate this principle by considering the motion of two bodies connected by a string shown in figure. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് W2 W1 രണ്ട് വെയിറ്റുകളുണ്ട്. W2 താഴോട്ട് ആക്ട് ചെയ്യും, ടെൻഷൻ മേലോട്ട് ആക്ട് ചെയ്യും. W1 താഴോട്ട് ആക്ട് ചെയ്യും, ടെൻഷൻ മേലോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൽ W2 ആ വെയിറ്റ് കൂടുതൽ, അപ്പോൾ സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ടായിരിക്കും. ഇനി ഇൻഡിവിജ്വലായിട്ട് W1ൻ്റെയും W2ൻ്റെയും മോഷൻ കൺസിഡർ ചെയ്ത് D'Alembert's പ്രിൻസിപ്പിൾ എഴുതിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് D'Alembert's പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ടെൻഷൻ T കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, W1ൻ്റെയും W2ൻ്റെയും ടേംസിലാണെന്നേ ഉള്ളൂ. ഓക്കെ, ടെൻഷൻ T നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത് നോക്കി, 2 blocks of 100 kilonewton, രണ്ടുപേരും A 100 kilonewton, A 100 Newton ആണെന്ന് പറയുന്നുണ്ട്, B 50 Newton ആണെന്ന് പറയുന്നുണ്ട്, are connected by a flexible but inextensible string as shown in figure. Okay, assuming coefficient of friction between block and between 100 Newton and the horizontal surface is 0.25. Find the acceleration of masses and tension in the string. അപ്പോൾ ആക്സിലറേഷനും ടെൻഷനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ മാസം തന്നിട്ടുണ്ട്, അത് രണ്ടും എഴുതുക. നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ, ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ T ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് M1 ഉം വെർട്ടിക്കൽ മോഷൻ ഓഫ് M2 ഉം കൺസിഡർ ചെയ്യാം.
ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷന് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അങ്ങനെ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ട് ആക്സിലറേഷൻ, രണ്ട് ഇക്വേഷൻ കിട്ടും, അതിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനും കണ്ടുപിടിക്കാം. നമ്മൾ ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തത്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു കാര്യം വരും, എന്താ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉള്ളത് കാരണം ഇങ്ങോട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യും. അത്രയൊരു വ്യത്യാസമുള്ളൂ ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കി, എ മാൻ വെയിങ് 500 Newton gets into a lift. Calculate force exerted by him on the floor of the lift when it is moving up with an acceleration 2.5 meter per second square, moving down with an acceleration, moving down with the same acceleration 2.5 meter per second square തന്നെ ആ മാൻ ഡൗൺവേർഡും അപ്വേർഡും ഒക്കെ മൂവ് ചെയ്യാണ്. അപ്പോഴത്തേനും അയാൾ ആ അതിൽ അവിടെ, അതായത് ലിഫ്റ്റിൽ ഉണ്ടാക്കുന്ന എന്താണ്, ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിഫ്റ്റിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നോർമൽ റിയാക്ഷൻ അല്ലേ, ലിഫ്റ്റിൻ്റെ ഫ്ലോറിന് അയാൾ കൊടുക്കുന്ന നോർമൽ റിയാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻസ് ഉണ്ട്. ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ പ്ലസ് ബി, ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ മൈനസ് ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത്, പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഡിഫൈൻഡ് ബൈ the relation x തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ടൈം ടേക്കൺ ബൈ പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 0. എക്സ് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി എന്താ, dx/dt. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, വെലോസിറ്റി 0 ആണ്. അപ്പോൾ dx/dt 0 ആക്കുക, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത, a vertical lift, total mass 500 kg, acquires an upward velocity 2 meter per second over a distance of 3 meter, traveling 3 meter of motion with a constant acceleration starting from rest. Okay, apply D'Alembert's principle to calculate tension in the cable supporting the lift. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഇവന് ഒരു എസ് ഡിസ്റ്റൻസ് 2 meter per second, u is equal to 0 എന്ന് വെച്ചിട്ട് 0യിൽ നിന്ന് 2 meter per second വരെ അച്ചീവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് v square minus u square is equal to 2as എന്നുള്ള ഇക്വേഷനിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ പിന്നെ ലിഫ്റ്റിൻ്റെ മോഷന് നമ്മൾ സാധാരണ പഠിച്ചതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നോക്കിയാൽ if the lift while stopping moves with a constant deceleration, അപ്പോൾ ഇനി ഈ ലിഫ്റ്റ് എന്ത് ചെയ്യാൻ പോകും, സ്റ്റോപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ ഒരു 2 meter per second നിന്ന് വെലോസിറ്റി എന്താകും, വെലോസിറ്റി 2 meter per second ആയിരുന്നു. അവിടെ നിന്ന് അവൻ ഇനീഷ്യൽ മീൻസ് അവൻ്റെ ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ആ 0 ആയിട്ട് മാറുന്നത് ടൈം എടുക്കുന്നത് 2 seconds ആണ്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ബൈ മാൻ ഓഫ് 75 kg ഓൺ ദ ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഇൻ്റർവൽ. അപ്പോഴത്തേനും ഈ 2 seconds എത്ര ഫോഴ്സ് ആയിരിക്കും ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഫോഴ്സ് വേണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ആ ഡീസലറേഷൻ വേണം അല്ലേ. ഡീസലറേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. v minus u divided by 0 minus 2 divided by 2 എന്ന് വരും. -1 meter per second സ്ക്വയറിലാണ് അവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടി. മൂവ്സ് ഡൗൺ ആണ്. മൂവ്സ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഫ്ലോറിൽ കൊടുക്കുന്ന റിയാക്ഷൻ്റെ ഇക്വേഷൻ r is equal to w into 1 minus a by g ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അവിടെ വെയിറ്റ് നമുക്ക് 500 into g 9.81 ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കിട്ടും. 1 മൈനസ് ഡീസലറേഷൻ ഇവിടെ ഉണ്ട്, ജിയുടെ വാല്യൂ 9.81 എടുക്കുക. ഓക്കെ അല്ലേ? Two equal weights W are connected by a light weightless string passing over a frictionless pulley. A small weight W is added to one side shown in figure, causing that weight to fall. Determine the acceleration of system assuming that weight starts from rest. അപ്പം നമ്മൾ പുള്ളിയുടെയൊക്കെ പ്രോബ്ലം ചെയ്തതല്ലേ. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റ് മാത്രമുണ്ട്, ഇവിടെ രണ്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ W പ്ലസ് W ആണ്, ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റ് നമ്മൾ താഴോട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ സിസ്റ്റം എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക, സിസ്റ്റം ഡൗൺവേർഡ് ആയിരിക്കുമല്ലോ മൂവ് ചെയ്യുക. സിസ്റ്റം ഡൗൺവേർഡ് ആയിരിക്കും. സിസ്റ്റത്തിൻ്റെ ഡൗൺവേർഡ് ആക്സിലറേഷൻ കൺസിഡർ ചെയ്യുക. ഓരോ ബോഡിയുടെ, അതായത് നമ്മൾ 1 2 1 പേര് കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോ ബോഡിയുടെ ഇൻഡിവിജ്വലായിട്ട് ഇക്വേഷൻസ് എഴുതി നോക്കുക. എഴുതി നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കി, a body of mass m is undergoing rectilinear motion under a force of F is equal to F0 sin omega t. Establish equation for displacement time relationship, velocity time relationship, acceleration time relationship. The initial displacement and velocity are 0.
ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് തന്നിരിക്കുന്നത് അല്ലേ, ഫോഴ്സ് ആണ് F0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ, അതാണ് F0 സൈൻ ഒമേഗ ടി. അപ്പം നമുക്ക് ആക്സലറേഷൻ എന്ത് കിട്ടും, F0 ഡിവൈഡഡ് ബൈ എം സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ ആക്സലറേഷൻ കിട്ടി. ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv ബൈ dt ആണ്. അപ്പം വെലോസിറ്റി dv എന്ത് വരും, ആക്സലറേഷൻ ഇൻറ്റു dt. v എന്ത് വരും, ഇൻറ്റഗ്രൽ a dt. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഒക്കെ വരും. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, ds ബൈ dt. അപ്പം നമുക്ക് എന്ത് കിട്ടും, അപ്പം ഈ വെലോസിറ്റി ആക്സലറേഷൻ ടൈം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ a is equal to F0 by m sin omega t. അതാണ് ആക്സലറേഷൻ ടൈം റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത വെലോസിറ്റി ടൈം റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ds is equal to v into dt ചെയ്യുക, s കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി ആർ സീറോ. അതായത് അറ്റ് ടൈം t ഈക്വൽ ടു 0, s is equal to 0, v is equal to 0. ഈ രണ്ട് ഇക്വേഷനും അപ്ലൈ ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഇവിടെ വരുന്ന കോൺസ്റ്റൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഡിഅലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഗിവിംഗ് ദ ഇക്വേഷൻ. മിക്കവാറും നിങ്ങൾക്ക് പാർട്ട് എയിൽ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഅലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. അടുത്തതും ഡിഅലംബർട്ട്സ് പ്രിൻസിപ്പിളിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ടവർ ഓഫ് 70 മീറ്റർ ഹൈറ്റ്. അപ്പോൾ ടവർ 70 മീറ്റർ ആണ്, അതിൻ്റെ ടോപ്പിൽ നിന്നൊരു സ്റ്റോണ് താഴേക്ക് ഇടുകയാണ്. അറ്റ് ദ സെയിം ടൈം അനദർ സ്റ്റോൺ ഈസ് ത്രോൺ അപ്പ് ഫ്രം ദ ഫുട്ട് ഓഫ് എ ടവർ വിത്ത് എ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമ്മൾ ഒരു 30 മീറ്റർ പെർ സെക്കൻഡിൽ വേറൊരു സ്റ്റോൺ അപ്വേർഡ് ഇടുക. ഓക്കെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ആൻഡ് ആഫ്റ്റർ ഹൗ മച്ച് ടൈം ദ ടു സ്റ്റോൺസ് ക്രോസ് ഈച്ച് അതർ. നമ്മൾ രണ്ട് സ്റ്റോണിൻ്റെയും എന്താ മോഷൻ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യണം. ഏതായാലും അവരെ ഒരു പോയിന്റിൽ വരുമ്പോൾ മീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അത് രണ്ടുപേരും ഇയാളും t സെക്കൻഡ്സ് എടുത്തായിരിക്കും മൂവ് ചെയ്യുക, ഈ സ്റ്റോണും t സെക്കൻഡ്സ് എടുത്തായിരിക്കും മൂവ് ചെയ്ത് ഇവർ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വരെ എത്തുക അല്ലേ. അപ്പം നമ്മൾ ഇൻ t സെക്കൻഡ്സിൽ ഫസ്റ്റ് സ്റ്റോൺ വണ്ണിൻ്റെ കാര്യം എങ്ങനെ വരിക, സ്റ്റോൺ വണ്ണിനാവുമ്പം അവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അവൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അവൻ അണ്ടർ ജിയിൽ മൂവ് ചെയ്യുന്ന കാരണം 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല, ജി എന്ന് വേണമെങ്കിൽ ഇടാം. ഓക്കെ, അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും, ut എന്നുള്ള 0 വരും, ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോൺ 2ൻ്റെ കാര്യം കൺസിഡർ ചെയ്താലോ, അവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെന്താ പറയുക, അവൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, മൈനസ് ജി ആയിരിക്കും അല്ലേ, അതായത് മൈനസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. പിന്നെ അവൻ ട്രാവൽ ചെയ്യുന്ന ടൈം ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, 30t മൈനസ് ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ S1 S2 രണ്ട് ഡിസ്റ്റൻസുകൾ കൂടിക്കഴിഞ്ഞാൽ S1 പ്ലസ് S2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, S1 പ്ലസ് S2 എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ടോട്ടൽ ടവറിൻ്റെ ഹൈറ്റ് 70 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ S1 പ്ലസ് S2 എന്ന് പറയുന്നത് ടിയുടെ ടേംസിലാണ് കിടക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ടിക്ക് വേണ്ടി സോൾവ് ചെയ്യണം. ടിക്ക് വേണ്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ. Two masses Ma 20 kg, Mb 10 kg are connected by a bar of negligible mass. Find the acceleration of the system when it slides down an inclined plane of inclination 45 degrees as shown in figure. Also find the force in bar assuming coefficient of friction between block A and the floor. Mu A is 0.2 and block B and floor is 0.4. ഓക്കെ, ഇങ്ങനെ പറഞ്ഞേക്കുന്നത് കണക്റ്റഡ് ബോഡീസിൽ നിന്ന് സെക്ഷനിൽ വരുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ mg താഴോട്ട് രണ്ടുപേർക്കും M1g MAG അല്ലെങ്കിൽ MBG രണ്ടുപേരുടെ MAG MBG താഴോട്ട്. ഓക്കെ, പിന്നെന്താ വരിക, ഇനി അവർക്ക് ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ ഉള്ള കാരണം നോർമൽ റിയാക്ഷൻ കാണും. അപ്പം 0.2 ഇൻറ്റു RN നോർമൽ റിയാക്ഷൻ, RN ഓഫ് A അപ്വേർഡ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ടായത് കാരണം ഇവിടെ 0.4 ഇൻറ്റു RNB. ഓക്കെ, ഇവിടെ 0.2 ഇൻറ്റു RN, ഇവിടെ 0.4 ഇൻറ്റു RNB. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഫോഴ്സുകൾ വരുന്നത്, നമ്മൾക്ക് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം പിന്നെന്താ വേറെ 2 masses ആർ കണക്റ്റഡ് ബൈ
അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പിന്നെ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഒരു ടെൻഷൻ വരാം. ഓക്കെ, ടെൻഷനാണ് ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ വെയിറ്റിനെ ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്തിട്ട് വേണം ഈച്ച് ബോഡിയുടെയും ഇക്വിലിബ്രിയം എഴുതണം. ഓക്കെ, അപ്പോൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ കിട്ടും. നമ്മൾ ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു, സ്ട്രിങ് ഇല്ലാന്നേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ സ്ട്രിങ് വരുമ്പോൾ എക്സ്ട്രാ ഒരു ടെൻഷൻ ടീയും കൂടെ വരുമെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ, ചെയ്ത് നോക്കണം. A car moving with a speed of 60 km/h when the brakes are fully applied. അപ്പം നമുക്ക് വെലോസിറ്റി km/h തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്താക്കണം, m/s ആക്കണം. 60 × 5/18 m/s. When the brakes are fully applied, അതായത് വെലോസിറ്റി എന്ത് ചെയ്തു, 0 ആയി പോകും. Using all 4 wheels to skid, determine the time required to stop the car. അപ്പോൾ നമ്മൾ ടൈം കണ്ടുപിടിക്കണം. The coefficient of friction between rod and tire is 0.3. അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടെ വരുന്നുണ്ട്. കോഫിഷ്യൻ്റ് ഫ്രിക്ഷൻ മ്യൂ തന്നിട്ടുണ്ട് 0.3. വെയിറ്റ് ഓഫ് കാർ തന്നിട്ടുണ്ട് 50 kN. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. W × 0.3 എന്ന് എടുത്താൽ മതി. ഓക്കെ അല്ലേ. ഇപ്പോൾ കാറിൻ്റെ ഇക്വിലിബ്രിയം എഴുതിയിട്ട് നമുക്ക് ടൈമും കണ്ടുപിടിക്കാം. എത്ര ടൈം വേണം ഇവൻ സ്റ്റോപ്പ് ചെയ്യാനെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, എ ബ്ലോക്ക് ഓഫ് വെയിറ്റ് 50 N ഈസ് മൂവിങ് ഓവർ എ ഹൊറിസോണ്ടൽ സർഫസ് സ്റ്റാർട്ടിങ് അറ്റ് റെസ്റ്റ്. അപ്പം നമുക്ക് വെയിറ്റ് പറയുന്നുണ്ട് 50 N ആണ്. ഹൊറിസോണ്ടൽ സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 25 മീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 10 seconds ആണ്. ഓക്കെ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 20 N ആണെന്ന് പറയുന്നുണ്ട്. ഡിറ്റർമിൻ ദ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ്. ഇക്വിലിബ്രിയം എഴുതാൻ മതി, ഫോഴ്സ് ഇക്വിലിബ്രിയം എഴുതണം. ഓക്കെ, അടുത്ത് നോക്കിയേ. എ ലിഫ്റ്റ് ഹാസ് ആൻ അപ്വേർഡ് ആക്സിലറേഷൻ ഓഫ് 1 m/s². Find the pressure exerted by man of 62.5 kg on the floor of the lift. If the lift had downward acceleration of 1 m/s², find the pressure exerted by man. അപ്പോൾ അപ്വേർഡ് ആണെങ്കിലും ഡൗൺവേർഡ് ആണെങ്കിലും ഉള്ള പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓൾസോ ഫൈൻഡ് ആൻ അപ്വേർഡ് ആക്സിലറേഷൻ ഓഫ് ലിഫ്റ്റ് വിച്ച് വുഡ് കോസ് മാൻ ടു എക്സേർട്ട് എ പ്രഷർ ഓഫ് 700 N. ഓക്കെ, നമ്മൾ ഇതുപോലൊരു പ്രോബ്ലം, സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ, ഓർക്കുന്നുണ്ടോ? നമ്മൾ സെയിം പ്രോബ്ലം ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ നോട്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം പ്രോബ്ലം 3 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, a lift is ascending with an acceleration of 0.6 m/s². A man holds a spring balance from which parcel weighing 13.6 N is hung. What will be the reading in the spring balance ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, നമ്മുടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. വെയിറ്റ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാസ് എന്ന് പറയുന്നത് 13.6 / 9.81 kg ആയിരിക്കും അവൻ്റെ മാസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എത്ര, 9.81 m/s². വാട്ട് വിൽ ബി ദ റീഡിങ് ഇൻ ദ സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, എന്താണ് ലിഫ്റ്റ് അസെൻഡ് ചെയ്യുമ്പം സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് അസെൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു, m×g+a അല്ലേ. m×g+a ആണ് നമ്മുടെ ലിഫ്റ്റ് അസെൻഡ് ചെയ്യുമ്പോഴുള്ള കാണിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴത്തേനും എം നമുക്കറിയാം 13.6 / 9.81, ജി 9.81 എന്നറിയാം, ആക്സിലറേഷൻ 0.6. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എത്ര റീഡിംഗ് ആണ് കാണിക്കുന്നത് കിട്ടും. ഓക്കെ, ഇനി 2 bodies 60 N and 40 N are connected by the 2 ends of a light inextensible string which passes over a smooth pulley. അപ്പോൾ 40 N ഉണ്ട്, 60 N ഉണ്ട്. അതൊരു പുള്ളിയുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി എന്താ, the weight 60 N is placed on a smooth inclined plane of angle of inclination 10 degree. എന്നിട്ട് ഈ 60 N നമ്മൾ എന്ത് ചെയ്തേക്കുക, നമ്മൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, ഇൻക്ലൈൻഡ് പ്ലെയിന് 10 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള പ്ലെയിനിൽ നമ്മൾ വെച്ചേക്കാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഫിഗർ ഇങ്ങനെയല്ല വരേണ്ടത്, നമുക്കൊന്ന് വരച്ച് നോക്കാം. ഒരു 10 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു പ്ലെയിൻ ഉണ്ട്. ഇതാണ് എൻ്റെ 10 ഡിഗ്രി കുറച്ച് കൂടുതൽ. ഓക്കെ, കുഴപ്പമില്ല. 10 ഡിഗ്രി ഇൻക്ലിനേഷനിൽ എനിക്കൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിലാണ് എൻ്റെ 60 N വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഈ 60 N 40 N നമ്മൾ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, 40 N ഹാങ്ങിങ് ഫ്രീ ഇൻ എയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 40 N. ഓക്കെ, ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ ആൻഡ് ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ഇതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം, നമുക്ക് ഓരോരോ ബോഡിയുടെ ഇക്വിലിബ്രിയം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, 60 ന്യൂട്ടൻ്റെ 40 ന്യൂട്ടൻ്റെ ഇക്വിലിബ്രിയം സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ഈ മോഡൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ബോഡി കണക്ട് ചെയ്തതും ഒരു ബോഡി കണക്ട് ചെയ്തതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇൻഡിവിജ്വലായിട്ട് എയുടെയും ബിയുടെയും അല്ലെങ്കിൽ 60 ന്യൂട്ടൻ്റെ 40 ന്യൂട്ടൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതിയാൽ മതി ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളോട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ 1.2 മീറ്റർ സ്ക്വയർ 750 ന്യൂട്ടൺ 3 പാർട്ടായിട്ട് നമ്മൾ എക്സാമ്പിൾ ചെയ്ത ടൈപ്പ് ഒരു പ്രോബ്ലം അല്ലേ. ഓക്കെ, അടുത്തതും 70 കിലോഗ്രാം മാസ് ഉള്ള ഒരാൾ 500 കിലോഗ്രാം മാസ് ഉള്ള ലിഫ്റ്റിൽ നിൽക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ടെൻഷൻ കേബിൾ കണ്ടുപിടിക്കാൻ, അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അത് സെയിം ക്വസ്റ്റ്യൻ തന്നെ 5000 ന്യൂട്ടൺ ആക്കി തന്നേക്കാം. എലിവേറ്റർ വെയിങ് 5000 ന്യൂട്ടൺ ascending with an acceleration 3 meter per second square. During this ascent, its operator, whose weight is 700 Newton, is standing on the scales placed on the floor. What is the scale delay? Okay, അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം, ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കി, 2 blocks A and B weighing 150 Newton 100 Newton are released from rest on a 30-degree inclined plane. അപ്പോൾ എനിക്കൊരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്, അത് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് റെസ്റ്റിൽ ഇരിക്കുന്ന രണ്ട് ബോഡി 150 ന്യൂട്ടൺ 10 ന്യൂട്ടൺ വരുന്ന രണ്ട് ബോഡീസിനെ ഞാൻ താഴേക്ക് വിടുകയാണ്. ഓക്കെ, when they are 15 meters apart. Okay, the coefficient of friction between upper block A and plane is 0.2 and between lower block B and plane B is 0.4. In what time block A reach block B after they touch and move as a single unit? What will be the acceleration with which it will move down? Okay, അപ്പോഴത്തേനും ഇതിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. നമ്മളൊരു സ്റ്റേഷനറി ബ്ലോക്ക് 10 meters അപ്പാർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം ചെയ്തപോലെ ചെയ്യണം. ഒരു ഇൻക്ലൈൻ സർഫസിൽ രണ്ട് ബ്ലോക്കുകൾ ഇരിക്കുകയാണ്. അപ്പർ ബ്ലോക്ക് എ ആണ്, ലോവർ ബ്ലോക്ക് ബി ആണ്. അവന്മാർ രണ്ടുപേരുടെയും വെയിറ്റ് തന്നിട്ടുണ്ട് 150 ന്യൂട്ടൺ 100 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഓക്കെ, അത് റെസ്റ്റിൽ ഇരിക്കുന്നിട്ടാണ് താഴോട്ട് വിടുന്നത്. അവരുടെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 15 meter അപ്പാർട്ട് എന്നാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, എ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, 15 + x ഡിസ്റ്റൻസ്. ഇവനാകുമ്പം x ഡിസ്റ്റൻസ് മാത്രം ട്രാവൽ ചെയ്ത്, അങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യുന്നത്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, mu 0.2 ആണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഇവിടെ mu 0.4 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോഷൻ ഓഫ് ബ്ലോക്ക് എ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് എ കിട്ടും. പിന്നെ മോഷൻ ഓഫ് ബ്ലോക്ക് ബി അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ് ഡിസ്റ്റൻസ് ആണ് ബ്ലോക്ക് ബി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ബ്ലോക്ക് എ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 15 + x ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ട് ഇക്വേഷൻ എഴുതുക. അതിൽ നിന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ടൈം കണ്ടുപിടിക്കുക. ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എ കാർ മൂവ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h. ഇത് നമ്മൾ കണ്ട സെയിം ക്വസ്റ്റ്യൻ അല്ലേ. വെൻ ബ്രേക്സ് ആർ ഫുള്ളി അപ്ലൈഡ് കോസിങ് all 4 wheels to skid. Determine the time required to stop the car. Coefficient of friction between rod and tire is 0.3. Weight of car 50 kN. ഇനി അടുത്ത് നോക്കി, എ ബ്ലോക്ക് ഓഫ് വെയിറ്റ് 50 Newton is moving over a horizontal surface. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. മൂവ്സ് ഓവർ എ ഡിസ്റ്റൻസ് 25 meter in 10 seconds. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. A block of mass m1 resting on an inclined plane is connected by a string and pulley to another block mass m2 as shown in figure. Find the tension in the string. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ടെൻഷൻ, ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക്. അപ്പോൾ ഓരോ ബ്ലോക്കിൻ്റെയും ആക്സിലറേഷനെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അസ്യൂം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്ലോക്ക് m1 ആൻഡ് പ്ലെയിൻ ടു ബി 0.2. അപ്പോൾ ഇവിടെ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ഉണ്ട്. m1ൻ്റെ മാസ് വെയിറ്റ് 1500 ന്യൂട്ടൺ എന്നും m2ൻ്റെ വെയിറ്റ് 1000 ന്യൂട്ടൺ എന്നും തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തൊരു പ്രോബ്ലത്തിന് ചെറുതായിട്ട് സിമിലർ ആണ്. നമ്മൾ ചെയ്തപ്പോൾ ഒരു വെയിറ്റ് താഴോട്ട് തൂക്കിയിട്ട് വേറൊരു വെയിറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ രണ്ട് പുള്ളിയിൽ രണ്ട് ലൈൻസ് വരുന്നതായിട്ട്, രണ്ട് സ്ട്രിങ് വരുന്നതായിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു റിവേഴ്സ് നോക്കുന്നുള്ളൂ ഈ പ്രോബ്ലം. അപ്പോൾ ഇവിടെ നമുക്ക് m2 ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് x2 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ x1 ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ്. ബാക്കി നമ്മൾ ചെയ്യേണ്ട എന്താ, നമുക്ക് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ, അതായത് മോഷൻ ഓഫ്
1ഉം മോഷൻ ഓഫ് 2ഉം കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതിയാൽ മതി. ഓക്കെ, നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്നുള്ള ഇക്വേഷൻസ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കൺസെപ്റ്റ് മനസ്സിലായാലേ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.